ഇന്ന് ഞങ്ങൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു വെള്ളരിക്ക കിച്ചടിയാണ്. അതിനായിട്ട് ഒരു ചട്ടി ചൂടാക്കാൻ വെച്ചു. അതിലേക്ക് വെള്ളരിക്ക ചെറുതായി കട്ട് ചെയ്ത് വെച്ച വെള്ളരിക്ക ചേർക്കുന്നു. അതിലേക്ക് ഉപ്പിടണം. ഉപ്പിട്ടിട്ട് വേണം ഇവിടെ ഇളക്കാൻ. മിക്സിയുടെ ജാറിലേക്ക് ആ സാധനങ്ങൾ ഫുള്ള് ചേർക്കണം. തേങ്ങയും 2 പച്ചമുളകും കൂടി അതിനകത്തോട്ട് ചേർത്ത് നല്ലപോലെ അരച്ച് മാറ്റി വെക്കണം. അരയ്ക്കാനെടുത്ത് ജാറിലേക്ക് തേങ്ങ അരഞ്ഞു വരുമ്പോഴേക്കും തൈര് 2-3 സ്പൂൺ തൈര് ചേർക്കണം. എന്നിട്ട് വീണ്ടും അത് അടിച്ചെടുക്കണം. ഇതിപ്പോൾ ആ വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. വെള്ളരിക്ക വെന്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ആ അരപ്പ് ചേർക്കണം. അരപ്പ് ചേർത്ത് നന്നായി ഇളക്കി. ഇനി അത് മൂടി വെക്കത്തില്ല. ഇനി ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ അത് പിരിയും. തേങ്ങയല്ലേ. ഇതിലേക്ക് ഇനി തൈര് മിക്സാക്കി വെച്ചിട്ടുണ്ട്, കട്ടത്തൈര്. അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. ചെറുതായിട്ടൊന്ന് ചൂടാവണം, തിളയ്ക്കാൻ വേണ്ടി വെക്കേണ്ടത്. അതിലേക്ക് ആ കടുക് കുറച്ച് ചതച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, അത് അതിലേക്ക് ഇടും. ഒന്നും കൂടി മിക്സ് ചെയ്ത് വെക്കും. ഒന്ന് ഇളക്കി ചൂടാക്കി, ലൈറ്റായിട്ട് ചൂടാകത്തേ ഉള്ളൂ. ഇനി അത് തിളപ്പിക്കാൻ വെക്കില്ല. ഇനി ഒരു തവയിലേക്ക് കടുക് പൊട്ടിച്ച് ഇതിനകത്തോട്ട് ഒഴിക്കണം. അപ്പോൾ അതിനായിട്ട് തവ വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കുകയാണ്. മതി. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ ഇനി കടുക് ഇടണം. ഇനി അതിലേക്ക് വറ്റൽമുളക് ഇട്ടു. അത് 3 വറ്റൽമുളകാണ്. നിങ്ങളുടെയൊക്കെ എരിവിൻ്റെ അനുസരിച്ച് ഇട്ടാൽ മതി. ഇനി ഈ ചേരുവകൾ വെള്ളരിക്ക കിച്ചടിയിലേക്ക് അങ്ങ് ഒഴിക്കും. കിച്ചടിയിലേക്ക് അങ്ങ് ഒഴിക്കും. ഇനി എന്നിട്ട് അത് പെട്ടെന്ന് തന്നെ മൂടി വെക്കണം. അപ്പോൾ അത് ഗ്യാസ് ഓഫ് ചെയ്യും. ഇതാണ് ഇന്നത്തെ ഞങ്ങളുടെ വെള്ളരിക്ക കിച്ചടി. ഓക്കെ, എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി ട്രൈ ചെയ്ത് കഴിക്കണം കേട്ടോ. ട്രൈ ചെയ്ത് കഴിക്കണം എന്നല്ല, ഉണ്ടാക്കി കഴിക്കണം. ഓക്കെ.